നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ ഭരണ സംവിധാനമുള്ള രാജ്യമാണ്. ധാരാളം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയെ ഒരു കരുത്തുറ്റ രാഷ്ട്രമാക്കി നിലനിർത്താൻ ഏറ്റവും അനുയോജ്യം ഫെഡറൽ സംവിധാനമാണെന്ന് നിരന്തരമായ ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും എല്ലാമാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ തീരുമാനിക്കുന്നത്. ഒരു രാജ്യം ധാരാളം സർക്കാരുകൾ എന്നതാണ് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനം എന്നത്. അമേരിക്ക, ബ്രസീൽ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ അധികാരങ്ങൾ പ്രവിശ്യകൾക്കും സംസ്ഥാനങ്ങൾക്കും കൂടുതൽ വികേന്ദ്രീകരിച്ച് നൽകി അവരുടെ രാഷ്ട്ര സംവിധാനത്തെ ശക്തിപ്പെടുത്തുമ്പോൾ, ഇന്ത്യയിൽ മോഡി സർക്കാർ അപകടകരമായ നിലയിൽ സംസ്ഥാനങ്ങളെ വിവേചനത്തോടെയും പ്രതികാര ബുദ്ധിയോടെയും എല്ലാം സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 11 കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള നിയമനിർമ്മാണ ഭരണ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ പങ്കുവെക്കലിനെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു യൂണിയൻ ലിസ്റ്റ്, ഒരു സംസ്ഥാന ലിസ്റ്റ്, രണ്ടു കൂട്ടർക്കും പങ്കാളിത്തമുള്ള കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവയിലൂടെ ഓരോരുത്തരുടെയും അധികാരങ്ങളും അവകാശങ്ങളും കൃത്യമായി ഇന്ത്യൻ ഭരണഘടന നിർവചിക്കുന്നുണ്ട്. ഇന്ത്യ എന്നത് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ഇന്ത്യൻ യൂണിയൻ എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് തന്നെ. എന്നാൽ മോഡി സർക്കാർ ഫെഡറൽ സംവിധാനത്തെ തകർത്ത് ഏകാധിപത്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെ കൊണ്ടുപോവുകയാണ്. ജനാധിപത്യത്തിൻ്റെ ആഴത്തിലുള്ള വേരോട്ടത്തിലൂടെ, അതിൻ്റെ വ്യാപനത്തിലൂടെ മാത്രമേ ഒരു ഫെഡറൽ സംവിധാനം വിജയകരമായി തുടരുകയുള്ളൂ. അല്ലാത്തിടത്തെല്ലാം രാഷ്ട്രങ്ങൾ ഛിന്ന ഭിന്നമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ലോകത്തിൻ്റെ ആകെയുള്ള അനുഭവം. സംസ്ഥാന അടിസ്ഥാനത്തിൽ ജനങ്ങളോട് വേർതിരിവ് പാടില്ല എന്നതാണ് ഇന്ത്യൻ റിപ്പബ്ലിക്ക് മുന്നോട്ട് വെക്കുന്ന ഫെഡറലിസത്തിൻ്റെ കാതലെന്ന് പറയുന്നത്. ഇതിനെല്ലാം കാറ്റിൽ പറത്തുകയാണ് മോഡി ഭരണകൂടം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തോടും 3.5 കോടി മലയാളികളോടും പൊറുക്കാനാവാത്ത ക്രൂരതയാണ്, അനീതിയാണ് മോഡി സർക്കാർ ഇന്ന് ചെയ്യുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും അധികാരം ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങളിൽ കൈകടത്താൻ വേണ്ടി പാടില്ല. അതിനവർക്കൊരു അവകാശവുമില്ല. രണ്ട് ഗവൺമെൻറ്റുകളും അവർക്ക് ഭരണഘടന നിശ്ചയിച്ചു നൽകിയ പ്രവർത്തന പരിധിക്കുള്ളിൽ പരമാധികാരമുള്ളവരാണ്. ഈ അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവരുടെ കടന്നാക്രമണം സംസ്ഥാനത്തിന് നേരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്തും ഇല്ലാത്ത നിലയിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിച്ചുകൊണ്ടേയിരിക്കുന്നത്. നേരത്തെ നമുക്ക് നൽകാമെന്ന് കേന്ദ്രം വാഗ്ദാനം ചെയ്ത പദ്ധതികളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി. വ്യാവസായിക കാർഷിക മേഖലകളുടെ വികസനത്തിനായി 10,000 കോടികളുടെ പാക്കേജുകൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുമ്പോൾ നമുക്കൊന്നും നൽകുന്നില്ല. കേരളത്തിൻ്റെ 2ാം തലമുറ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായി നമുക്ക് എയിംസ് അനുവദിക്കണമെന്ന് നാം ധാരാളം തവണ ആവശ്യപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാർ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. അതിനു പുറമെയാണ് പുതിയ IIM നമുക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു, അതും തരുന്നില്ല. 11 വർഷം മുമ്പേ ആരംഭിച്ച ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് സിറ്റിയുടെ മലപ്പുറം കേന്ദ്രത്തെക്കുറിച്ച് ഇന്നൊരു വാർത്തയും കേൾക്കാനില്ല, ഒരു വിവരവുമില്ല. റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ച് സേലം ഡിവിഷൻ രൂപീകരിച്ചപ്പോൾ കേരളത്തിൻ്റെ നഷ്ടം നികത്താൻ കൂടിയാണ് പാലക്കാട് കോച്ച് ഫാക്ടറി നമുക്ക് തരാമെന്ന് പറഞ്ഞത്. അന്നത്തെ LDF സർക്കാർ 439 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് സൗജന്യമായി കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്തതാണ്, റെയിൽവേക്ക് കൈമാറുകയും ചെയ്തതാണ്. അന്നത്തെ ഒരു പിറവം ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് 2012 ഫെബ്രുവരി 21 ആ പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിലും നയാ പൈസ ചെലവഴിക്കാൻ 2ാം UPA സർക്കാർ തയ്യാറായില്ല. കോച്ച് ഫാക്ടറി ഇല്ലെന്നാണ് ഇപ്പോൾ കേന്ദ്രം കേരളത്തോട് പറയുന്നത്. കണ്ണൂർ ഇരിണാവിലെ കോച്ച് ഗാർഡ് ഫാക്ടറി തറക്കല്ലിട്ട ശേഷം കേന്ദ്രം ഉപേക്ഷിക്കുന്ന നിലയാണ് ഉണ്ടായത്. തിരുവനന്തപുരം വിമാനത്താവളം കേരളത്തിൻ്റെ പൊതു താൽപ്പര്യം അവഗണിച്ച് അദാനി ഗ്രൂപ്പിന് വിറ്റുതുലയ്ക്കുന്ന നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലയുണ്ടായി. നിരവധി സർവീസുകൾ നടത്തിയിരുന്ന കരിപ്പൂർ വിമാനത്താവളം ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ വിദേശ വിമാന സർവീസുകൾ ഉൾപ്പെടെ കൂടുതൽ സർവീസ് ആരംഭിക്കാൻ കമ്പനികൾ തയ്യാറായിട്ടും കേന്ദ്ര സർക്കാർ അനുവദിക്കാത്തതിൻ്റെ ഭാഗമായി ആ വിമാനത്താവളം ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് പോവുകയാണ്, വലിയ അവഗണനയിലേക്ക് പോവുകയാണ്. ഭൂമിയും സൗകര്യങ്ങളും എല്ലാം സംസ്ഥാന സർക്കാർ നൽകിയിട്ടും പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഹിന്ദുസ്ഥാൻ എയറോട്ടിക്സ് ലിമിറ്റഡ് കാസർഗോഡ് യൂണിറ്റ് തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്ന സ്ഥിതിയാണെന്നുള്ളത്.
പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ യുദ്ധക്കപ്പൽ ഡിസൈൻ ചെയ്യുന്നതിനായിട്ടുള്ള ഫാക്ടറി ചാലിയത്ത് നിർദ്ദേശം എന്നാണ് അതിൻ്റെ പേര്. ആൻ്റണിയുടെ കാലത്ത് തറക്കല്ലിട്ടതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ് എന്നാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഒരു കാര്യവും നടന്നില്ല. കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കാൻ വെച്ച വെള്ളൂർ HNL സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും കേരള പേപ്പർ പ്രോഡക്ട്സ് കമ്പനിയാക്കി അത് മാറ്റി നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 180 കോടിയോളം രൂപയുടെ ബാധ്യത തീർത്താണ് അതിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിച്ചത്. നിലവിൽ 13 ദിനപത്രങ്ങൾ കടലാസ് വാങ്ങുന്ന കമ്പനിയായി ഇന്ന് ആ കമ്പനി വെള്ളൂരിലെ ഫാക്ടറി മാറിക്കഴിഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കഞ്ചിക്കോട്ടെ ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡ് കമ്പനി സംസ്ഥാന സർക്കാരിന് കൈമാറാമെന്ന ധാരണാപത്രം കേന്ദ്ര സർക്കാർ ഒപ്പിട്ടിട്ട് 5 വർഷമായി. ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കേരളത്തിൻ്റെ 2ാം തലമുറ വികസന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പശ്ചാത്തല മേഖലയുടെ വികസനം എന്ന് പറയുന്നത്. വൻകിട പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ ദുർബലമായ ധനസ്ഥിതി കേരളത്തെ ഏറെക്കാലമായി അതിനനുവദിക്കുന്നില്ല. കേന്ദ്രം മുൻകൈയെടുത്ത് നടത്തേണ്ട ദേശീയപാതാ വികസനവും റെയിൽവേ വികസനവും എല്ലാം ഈ ഒരു അടുത്ത കാലത്താണ് ചെറിയ നിലയിലെങ്കിലും മുന്നോട്ട് പോകുന്ന നിലയുണ്ടായത്. റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളം പിന്നോട്ട് പോകുന്ന നിലയാണ് ഉണ്ടായത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. അയൽ സംസ്ഥാനങ്ങൾ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോയപ്പോൾ കേരളം പിന്നിൽ തന്നെ നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. സ്ഥലത്തിൻ്റെ വില അധികമാണെന്നെല്ലാം പറഞ്ഞ് കേരളത്തിൻ്റെ ദേശീയപാതാ വികസനം വഴിമുട്ടി നിൽക്കുകയായിരുന്നു. ദേശീയപാതയുടെ സ്ഥലമെടുത്തിന് ചെലവാകുന്ന തുക സംസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായതോടുകൂടിയാണ് ദേശീയപാതാ വികസനം ഇന്ന് കേരളത്തിൽ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ജനതയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി നിൽക്കുന്ന മേഖലയാണ് റബ്ബർ മേഖല. ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ് റബ്ബർ മേഖല. റബ്ബറിന് സഹായമൊന്നും നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയെല്ലാം ആസാമിനും ത്രിപുരക്കും മേഘാലയയും ഉൾപ്പെടുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കാണ് ഞങ്ങൾ നൽകുക എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. റബ്ബർ കർഷകരെ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇറക്കുമതി നയം ഉദാരമാക്കി റബ്ബർ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം ഉണ്ടാക്കിയ ASEAN കരാർ ഉൾപ്പെടെയുള്ള വിവിധ അന്താരാഷ്ട്ര ഇറക്കുമതി നടപടികളിലൂടെ നമ്മുടെ റബ്ബറും നാളികേരവും എല്ലാം വിലയില്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 90% റബ്ബറും കേരളത്തിൻ്റേതായിരുന്നു. എന്നാൽ റബ്ബർ കൃഷി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് കോടിക്കണക്കിന് രൂപ അവർക്ക് സഹായം നൽകി കേരളത്തിലെ കർഷകരെ തകർക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. റബ്ബർ ബോർഡ്, നാളികേര ബോർഡ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം കേരള വിരുദ്ധ നിലപാടുകൾ സ്ഥിരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സ്ഥാപനങ്ങളൊന്നും ഇനി ആവശ്യമില്ല എന്നും മോഡി ഇതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയ അഭ്യസ്ത വിദ്യരായ ചെറുപ്പത്തിൻ്റെ തൊഴിലില്ലായ്മയാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് പരിഹരിക്കാൻ വിപുലമായ പദ്ധതികൾ കേരളത്തിൽ ആവിഷ്കരിച്ച് ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനെല്ലാം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി തകർക്കുകയാണ് മോഡിയും കൂട്ടരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തെ തകർക്കാൻ വിവിധ നിലകളിലേക്കുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചും അതിജീവിച്ചും കേരളം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അതിനെ തകർക്കാനുള്ള ശ്രമം സംഘടിതമായി നടക്കുകയാണെന്ന് അർത്ഥം. ഇതിനു പുറമെയാണ് കടുത്ത റെയിൽവേ അവഗണന കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് കേരളത്തോട്. ഒരു ജനതയുടെ സഞ്ചാര സൗകര്യം ഒരുക്കൽ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രാഥമികമായ കടമകളിൽ ഒന്നാണ്. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സംവിധാനം തുടങ്ങുന്നത്. രാജ്യമാകെ ആധുനികമായ സംവിധാനങ്ങളിലേക്ക് റെയിൽവേ നീങ്ങിയപ്പോൾ കേരളം പഴയ നിലയിൽ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തുടരുകയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഇരട്ടപ്പാതയ്ക്ക് പകരം 4-5 പാതകൾ വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടും കേരളത്തിൽ പാത ഇരട്ടിപ്പിക്കൽ പോലും പൂർത്തിയായിട്ടില്ല. അമ്പലപ്പുഴ എറണാകുളം റൂട്ടിൽ 70 കിലോമീറ്റർ ദൂരവും പാറശാല കന്യാകുമാരി റൂട്ടിൽ 86 കിലോമീറ്റർ ദൂരവും ഇനിയും ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകാൻ ബാക്കിയാണ്. പാലങ്ങളും പാളങ്ങളും മാറ്റി എല്ലാം നവീകരിക്കുന്ന പ്രവർത്തനവും കേരളത്തിൽ മാത്രം നടക്കുന്നില്ല. പാതയുടെ വൈദ്യുതീകരണം കേരളത്തിൽ മാത്രം പൂർത്തീകരിച്ചിട്ടില്ല. 14 സംസ്ഥാനങ്ങൾ 100% ട്രാക്കുകളിലും വൈദ്യുതി
വൽക്കരണം പൂർത്തിയാക്കിയപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പാതകളിൽ പോലും 90% മാത്രമാണ് വൈദ്യുതി വൽക്കരണം പൂർത്തീകരിച്ചത്. സിഗ്നൽ നവീകരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കകത്തും ഏറ്റവും ആധുനിക നിലയിലേക്ക് മാറ്റിയെങ്കിൽ കേരളത്തിൽ ആ നവീകരണം ഒരു നിലയിലും മുന്നോട്ട് പോകുന്നില്ല. ഇന്ന് കേരളത്തിൽ സർവീസ് നടത്തുന്ന കോച്ചുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞതും പഴകിയതും എല്ലാം കേരളത്തിന് ഇങ്ങനെ നൽകുകയാണ്. കേരളത്തിൽ ട്രെയിനുകൾ നമ്മുടെ പാളങ്ങളിലൂടെ കൂകിപ്പായുകയല്ല, മറിച്ച് കിതച്ചോടുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിലെ റെയിൽവേ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനത്തിനകത്ത് കയറിപ്പറ്റാൻ മലയാളി ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ട്രെയിൻ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാഭകരമായ സർവീസുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിൽ ശരാശരി 5 ലക്ഷം പേർ ഒരു ദിവസം ട്രെയിൻ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് റെയിൽവേയുടെ കണക്ക്. 6 കോടി രൂപയിലധികമാണ് ഒരു ദിവസത്തെ വരുമാനം. സാധാരണ യാത്രക്കാർക്ക് വൻ ദുരന്തം സമ്മാനിച്ചുകൊണ്ടാണ് വന്ദേ ഭാരത് രാജ്യത്തിനാകെയുള്ള വന്ദേ ഭാരത് നമ്മുടെ കേരളത്തിൽ അതിൻ്റെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വന്ദേ ഭാരതിന് രാജ്യത്താകെയുള്ള സർവീസുകളിൽ ഏറ്റവും അധികം വരുമാനമുള്ളത് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടാണ്. രണ്ടാമത് കാസർഗോഡ് തിരുവനന്തപുരം റൂട്ട്, തിരിച്ചുള്ള റൂട്ടും. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അതിൻ്റെ വരുമാനമുള്ള 2 സർവീസുകൾ. വന്ദേ ഭാരത് അനുവദിക്കുമെന്ന് ഇനിയും വന്ദേ ഭാരത് അനുവദിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന നിരക്കിലുള്ള പിടിച്ചുപറി കേരളത്തിൽ സുഗമമായി നടക്കും എന്നതുകൊണ്ടാണ് ഈ പറയുന്ന ആഡംബര വണ്ടി ഇടക്കിടക്ക് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതും തരുമെന്ന് പറയുന്നതും. ഇങ്ങനെ റെയിൽവേക്ക് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ഒരു സംസ്ഥാനത്തെ റെയിൽവേ സംവിധാനത്തെ ആകെ നിരന്തരമായി കേന്ദ്ര സർക്കാർ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറുപുറം. ഇത് മലയാളികളുടെ ട്രെയിൻ യാത്രയെ ദുരിതപൂർണമാക്കുകയാണെന്ന് ആവർത്തിച്ചു പറയാതെ നിവൃത്തിയില്ല. അന്തസ്സോടെയും സുരക്ഷിതത്വത്തോടെയും ട്രെയിൻ യാത്ര നടത്താൻ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ മലയാളിക്കും അവകാശമുണ്ട്. മലയാളിയുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിനെ രാഷ്ട്രീയമായ പ്രതികാര ബുദ്ധിയോടെ കേന്ദ്ര സർക്കാരും UDFും BJPയും ഒരു വിഭാഗം മാപ്രകളും എല്ലാം ചേർന്ന് തകർക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തടസ്സപ്പെടുത്തുന്നതിൽ മാപ്രകളാണ് ഏറ്റവും വലിയ പങ്ക് എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അത് ഊന്നി പറഞ്ഞത്. കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ വലിയ കുതിപ്പിനിടയാവുമായിരുന്ന സിൽവർ ലൈനിനെതിരായി ഉയർത്തിയ കോലാഹലങ്ങൾക്കിടയിൽ കോൺഗ്രസും BJPയും മാപ്രകളും ഉയർത്തിയ വാദമായിരുന്നു വന്ദേ ഭാരതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്നത്. എന്നാൽ 2 വന്ദേ ഭാരത് നേരത്തെ പറഞ്ഞതുപോലെ വന്നതോടെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് മലയാളി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്രയും വലിയ ദുരിതമാണ് 2 വന്ദേ ഭാരത് ട്രെയിനുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വന്ദേ ഭാരതിന് വേണ്ടി ലോക്കൽ ട്രെയിനുകളും ദീർഘദൂര ട്രെയിനുകളെല്ലാം മണിക്കൂറുകളോളം പല സ്റ്റേഷനുകൾക്കകത്തും പിടിച്ചിടുകയാണ്. ഒരു ചെറിയ ശതമാനം യാത്രക്കാർക്ക് വേണ്ടി 10,000-കണക്കിന് സാധാരണ ട്രെയിൻ യാത്രക്കാർ മണിക്കൂറുകൾ സ്റ്റേഷനുകളിൽ കെട്ടിയിടപ്പെടുകയാണ്. കൂടുതൽ പണം മുടക്കുന്നവൻ നേരത്തെ തന്നെ എത്തട്ടെ, പണമില്ലാത്തവൻ വഴിയിൽ കിടക്കട്ടെ എന്ന നിലയാണ് ഇപ്പോൾ റെയിൽവേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ കാറിനൊരു 20 മിനിറ്റും ബസ്സിനൊരു 30 മിനിറ്റും ഓടിയെത്താവുന്ന ദൂരം ഇപ്പോൾ സാധാരണ ട്രെയിനുകളിൽ കയറിയാൽ 1-2 മണിക്കൂർ വേണ്ടി വരുന്ന നിലയിലേക്ക് മാറുകയാണ്. 2 ദിവസം തുടർച്ചയായി യാത്ര ചെയ്തിട്ടാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് കേരള എക്സ്പ്രസ് എത്തുന്നത്. ആ ട്രെയിൻ പോലും വന്ദേ ഭാരതിന് വേണ്ടി മണിക്കൂറുകളോളം പിടിച്ചിടുന്ന ദുരന്താവസ്ഥ കേരളത്തിൽ ഉണ്ടാവുകയാണ്. ഇന്നത്തെ റെയിൽ പാളയങ്ങൾ വെച്ച് കേരളത്തിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കാനാവില്ല. വന്ദേ ഭാരത് ട്രെയിനുകളായാലും സാധാരണ ട്രെയിനുകളായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഓടുന്നതിൻ്റെ പകുതി വേഗതയിലാണ് കേരളത്തിൽ ഓടാൻ വേണ്ടി കഴിയുക. മംഗലാപുരം ഷൊർണൂർ പാതയിൽ ട്രെയിനുകളുടെ പരമാവധി വേഗം മണിക്കൂറിൽ 110 കിലോമീറ്ററാണ്. ഷൊർണൂർ എറണാകുളം റൂട്ടിൽ ഇത് 80 കിലോമീറ്ററാണ്. ഈ ട്രാക്കിലൂടെയാണ് 160-180 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ വേണ്ടി പറ്റാവുന്ന വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫലത്തിൽ ഇപ്പോൾ അതിൻ്റെ ശരാശരി മണിക്കൂറിൽ 75 കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയാണ്, 75 കിലോമീറ്ററിൽ താഴെയാണ്. നമ്മുടെ പാളങ്ങളുടെ വളവുകളും തിരിവുകളുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത്രക്കും പഴഞ്ചനാണ് നമ്മുടെ റെയിൽവേ സംവിധാനം. ഇക്കാര്യം വർഷങ്ങളായി മലയാളി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്.
നിലവിലുള്ള റെയിൽപാളത്തിലൂടെ ഓടിക്കാൻ പറ്റാവുന്ന പരമാവധി ട്രെയിനുകൾ ഇപ്പോൾ നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് ചരക്ക് വണ്ടികൾ കടത്തുവിടുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് ട്രെയിൻ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ പലപ്പോഴും ഉണ്ടാവേണ്ടി വരുന്നത്. വന്ദേ ഭാരതിൽ ഇതിനിടയിൽ വന്ദേ ഭാരതിന് വേണ്ടി വഴിയൊരുക്കുമ്പോൾ സാധാരണക്കാരൻ യാത്ര ചെയ്യുന്ന എല്ലാ ട്രെയിനുകളും അവതാളത്തിലാവുന്ന നിലയിലേക്ക് പോവുകയാണ്. നിലവിലുള്ള പാതയുടെ അറ്റകുറ്റപ്പണിയിലൂടെ ഹൈസ്പീഡ്, സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഒന്നും ഓടിക്കാനാവില്ലെന്ന് ശ്രീധരൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായി പുതിയൊരു പാത കൂടി നിർമ്മിക്കൽ അപ്രായോഗികമാണെന്നും അവർ പറയുന്നു. വളവ് തിരിവുകൾ കൊണ്ട് തന്നെ ട്രെയിനിൻ്റെ വേഗത കൂട്ടാനാവില്ല പുതിയ ട്രാക്ക് ഇനി ഉണ്ടാക്കിയാലും. അതുകൊണ്ട് 100 വർഷം മുമ്പോട്ടുള്ള കേരളത്തെ മുന്നിൽ കണ്ട് ആധുനികമായ സിൽവർ ലൈൻ പുതിയ പാത നിർമ്മിക്കൽ മാത്രമാണ് കേരളത്തിൻ്റെ ട്രെയിൻ യാത്രാ ദുരിതത്തിനുള്ളൊരു പരിഹാരമെന്ന് പറയുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അതിവേഗ പാതയും അർദ്ധ അതിവേഗ പാതയുടെയും എല്ലാം പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് മാപ്രകളും കോലീബിയും ചോദിക്കുന്ന ചോദ്യം എന്തിനാണ് ഇത്ര ധൃതി എന്നാണ്. കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുകയും പുച്ഛിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് ഇവർ ഈ പ്രയോഗത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത 18 എണ്ണം ലോക്സഭയിൽ ഇരുന്ന് ഈ കേരളത്തെ തകർക്കുന്ന കേരള വിരുദ്ധതക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുക. എല്ലാ വികസന പദ്ധതികളെയും തകർക്കുന്നതിന് അവർ കൂട്ടുനിൽക്കുകയാണ്. BJPയുടെ കേരള വിരോധം അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പരസ്യമായിട്ടാണ് കഴിഞ്ഞ മാസം പറഞ്ഞത്. സിൽവർ ലൈൻ പദ്ധതിക്ക് തടയിടാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നായിരുന്നു സുരേന്ദ്രൻ എന്ന കേരള വിരുദ്ധൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ മാസം നാം കേട്ടത്. കേരളം വികസിക്കരുത്, വളരരുത് എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഒന്നിച്ച്, അതായത് കോൺഗ്രസും ലീഗും BJPയും മാപ്ര സംഘങ്ങളും എല്ലാം ചേർന്ന് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന് പുറമെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിലെ പരിമിതമായ ഇന്നത്തെ യാത്രാ സൗകര്യങ്ങൾ, ഇപ്പോൾ നിലവിലുള്ള യാത്രാ സൗകര്യങ്ങൾ തന്നെ നിഷേധിക്കുന്നതിനും വെട്ടിക്കുറയ്ക്കുന്നതിനും എല്ലാമുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ട്രെയിനുകളിലെല്ലാമുള്ള സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം നിരന്തരമായി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം AC കോച്ചുകളാക്കുന്നു. ഇത് സാധാരണ യാത്രക്കാരോടുള്ള വെല്ലുവിളിയാണ്. ജനറൽ കോച്ചുകളിൽ തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീഴുന്ന കുട്ടികളുടെയും പ്രായമായവരുടെയും എണ്ണം ദിവസേന കൂടിക്കൊണ്ടിരിക്കുക. ആശങ്കയും ആകാംക്ഷയുമെല്ലാം നിറഞ്ഞ ദുരിതപൂർണമായ മണിക്കൂറുകളായി മലയാളിക്ക് കേരളത്തിലെ ട്രെയിൻ യാത്ര മാറുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോച്ചുകൾ വെട്ടിക്കുറച്ചതിലൂടെ നേത്രാവതി, പരശുരാം, ഏറനാട് തുടങ്ങിയ വണ്ടികളിലെ ജനറൽ കോച്ചുകളുടെ യാത്ര ഏറ്റവും ദുരിതപൂർണ്ണമാണ്. രാത്രി വണ്ടികളാണ് മാവേലി, മലബാർ, ബാംഗ്ലൂർ എക്സ്പ്രസ് എന്നിവയെല്ലാം. ഇവയിലെ യാത്രാ കോച്ചുകളിലെ സാധാരണ ജനറൽ കോച്ചുകളിലെ രാത്രിയിലെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പറ്റാത്തതാണ്, വിവരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. ഈ നിലയിലേക്കുള്ള ദുരിതമാണ് സാധാരണ ട്രെയിനുകളിൽ ഇന്ന് സാധാരണ മലയാളി യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 54 ട്രെയിനുകളാണ് ഈ നിലയിൽ കോച്ചുകളെല്ലാം വെട്ടിക്കുറച്ച് ജനങ്ങളെ, യാത്രക്കാരെ ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചത്. രാജ്യത്താകെ ഹ്രസ്വദൂര ചെറിയ ദൂരത്തേക്കുള്ള യാത്രക്കായി തുടങ്ങിയ പാസഞ്ചർ ട്രെയിനുകളാണ് മെമു എന്ന് പറയുന്നത്. മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നതിൻ്റെ ചുരുക്കമാണ് മെമു. ഇതിന് പ്രത്യേകമായി എഞ്ചിനില്ല, അല്ലെങ്കിൽ ലോക്കോമോട്ടീവ് ഇല്ല. അതുകൊണ്ട് തന്നെ സാധാരണ ട്രെയിനുകളെ പോലെ ഇഞ്ചൻ മാറ്റേണ്ട കാര്യമൊന്നും ഇതിനില്ല. പെട്ടെന്ന് തന്നെ വേഗത കൂട്ടാനും കുറയ്ക്കാനും എല്ലാം ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെ യാത്രാ സമയം വളരെ കുറച്ചു മതി. കൃത്യമായി ഉള്ള സമയത്ത് ഇത് ഓടാൻ വേണ്ടി പറ്റും. കുറച്ച് വൈദ്യുതി മതി. പരിസ്ഥിതി സൗഹൃദമാണ് ഇതിൻ്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം. അങ്ങനെ കേരളത്തെ സംബന്ധിച്ച് വലിയ മെച്ചമുള്ള ട്രെയിൻ സർവീസാണ് മെമു സർവീസ്. നിരവധി വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ രാജ്യത്ത് ആകെ മെമു സർവീസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ലഭിച്ചത്. ദീർഘകാലം കഴിഞ്ഞതിന് ശേഷമാണ്. സാധ്യതക്കനുസരിച്ച് കൂടുതൽ മെമു ട്രെയിനുകൾ നമുക്ക് അനുവദിക്കുന്നതിന് പകരം പലതിൻ്റെയും സർവീസ് കുറയ്ക്കുകയാണ് റെയിൽവേയും കേന്ദ്ര സർക്കാരും ചെയ്തത്. കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ട്രെയിൻ ഏകപക്ഷീയമായി നിർത്തി. പാലക്കാട്ടും കൊല്ലത്തുമുള്ള മെമുവിൻ്റെ വർക്ക് ഷെഡുകൾ മുഴുവൻ നോക്കുകുത്തിയാവുന്ന നിലയിലേക്ക് മാറ്റി. ഈ നിലയിൽ നമ്മുടെ ഉള്ള സൗകര്യങ്ങൾ പോലും കേന്ദ്ര സർക്കാർ തകർക്കുന്ന നിലയാണുള്ളത്.
റെയിൽവേ വികസനത്തിന് തുച്ഛമായ തുകയാണ് കേന്ദ്ര സർക്കാർ നമുക്ക് അനുവദിക്കുന്നത്. 871 കോടി രൂപ മാത്രമാണ് ബജറ്റ് വിഹിതമായി ഒരു വർഷം കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്നത്. ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുന്നതിൻ്റെ 1/4 പോലും, അനുവദിക്കുന്ന തുകയിൽ 1/4 പോലും നമുക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. കേരളത്തിന് മാത്രമായി ഒരു റെയിൽവേ സോൺ എന്ന ആവശ്യം വർഷങ്ങളായി നാം ഉയർത്തുകയാണ്. ചെന്നൈ ആസ്ഥാനമായി നിലവിൽ റെയിൽവേ സോൺ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പദ്ധതികളെല്ലാം ഇങ്ങനെ നീണ്ടുപോകുന്ന അവസ്ഥയാണുള്ളത്. നാം കാലങ്ങളായി ഈ ആവശ്യം ഉയർത്തിക്കൊണ്ടുവരികയാണ്. പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് സേലം ഡിവിഷനോട് പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്തപ്പോൾ നമുക്ക് ലഭിച്ച വാഗ്ദാനമായിരുന്നു പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളെ ചേർത്ത് കേരളത്തിന് ഒരു സോൺ നൽകാമെന്നത്. എന്നാൽ അത് ഇതുവരെയും കേന്ദ്ര സർക്കാർ പാലിച്ചില്ല. കൂടുതൽ ട്രെയിനുകളും കോച്ചുകളും അനുവദിക്കുന്നതിന് പകരം മലയാളിയെ പിഴിയുകയാണ് റെയിൽവേ വേറൊരു തലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്സവകാലത്ത് അനുവദിക്കുന്ന പ്രത്യേക ട്രെയിനുകളിൽ ഡൈനാമിക് പ്രൈസിംഗ് എന്ന പേരിൽ തീവട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ. തീവട്ടിക്കൊള്ളയുടെ മറ്റൊരു രൂപമാണ് കൺഫേം ആവാത്ത ടിക്കറ്റുകളടക്കം ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ പണം തിരിച്ചു കൊടുക്കാത്ത സ്ഥിതി. ഇതിലൂടെ ഏകദേശം 1.44 കോടി യാത്രക്കാരിൽ നിന്ന് 1,44,00,000 യാത്രക്കാരിൽ നിന്ന് 83,85,00,000 രൂപയാണ് റെയിൽവേ ഒരു വർഷത്തിനിടയിൽ തട്ടിയെടുത്തത്. അതായത് യാത്ര ചെയ്യാത്തവരിൽ നിന്ന് ഇത്രയും ഭീമമായ തുകയാണ് റെയിൽവേ അടിച്ചു മാറ്റുന്നത് എന്നർത്ഥം. മുതിർന്ന പൗരന്മാർക്കുണ്ടായിരുന്ന ഇളവുകൾ റദ്ദ് ചെയ്തതിലൂടെ ഒരു വർഷം 2,242 കോടിയാണ് മോഡി ലാഭം ഉണ്ടാക്കിയത്. തസ്തികകൾ വെട്ടിക്കുറച്ചും ജീവനക്കാരുടെ എണ്ണം കുറച്ചും നിയമന നിരോധനം ഏർപ്പെടുത്തിയുമെല്ലാം റെയിൽവേ എടുക്കുന്ന നടപടികൾ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് ഇന്ത്യ റെയിൽവേയെ കൊണ്ടുപോവുകയാണ്. അപകടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ വലിയ നിലയിലേക്ക് വർദ്ധിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു നൽകാനാണ് മോഡി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായി ജനങ്ങളെ കൊള്ളയടിച്ച് അതിനെ ലാഭകരമാക്കി വിൽക്കാൻ റെഡിയാക്കി നിർത്തുകയാണ് മോഡി. നാഷണൽ മോണിറ്റൈസേഷൻ എന്ന രാഷ്ട്രസമ്പത്ത് വിറ്റുതുലയ്ക്കുന്ന പദ്ധതിയിൽ 1.5 ലക്ഷം കോടി രൂപക്കാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലെ കണ്ണായ ഏക്കർ കണക്കിന് സ്ഥലമുള്ള 400 റെയിൽവേ സ്റ്റേഷനുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. വലിയ വരുമാനമുള്ള 90 പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ, ലാഭകരമായ സർവീസ് നടത്തുന്ന 1400 കിലോമീറ്റർ റെയിൽവേ ട്രാക്ക്, 741 കിലോമീറ്റർ വരുന്ന കൊങ്കൺ റെയിൽവേ, 15 റെയിൽവേ സ്റ്റേഡിയങ്ങൾ, നിരവധി റെയിൽവേ കോളനികൾ, 265 ഗുഡ്സ് ഷെഡുകൾ, 4 ഹിൽ റെയിൽവേകൾ, അങ്ങനെ തുടങ്ങി ഒരു 50-60 ലക്ഷം കോടി രൂപ വില വരുന്ന ഈ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് മോഡിയും നിർമ്മല സീതാരാമനും എല്ലാം കൂടി ചുളുവിലക്ക് അദാനിക്കും കൂട്ടർക്കും വിറ്റുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രസമ്പത്ത് കൊള്ളയടിക്കുന്ന ഈ കൊള്ള സംഘം നമ്മുടെ നാടിന്, മലയാളിക്ക് അർഹമായി ലഭിക്കേണ്ട എല്ലാ സൗകര്യങ്ങളെയും ഇല്ലാതാക്കുന്ന നിലയാണ് എടുത്തുകൊണ്ടേയിരിക്കുന്നത്. റെയിൽവേ കോച്ച് ഫാക്ടറിക്ക് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ അനുവദിച്ചതാണ്, നേരത്തെ സൂചിപ്പിച്ചു, സ്ഥലമെടുക്കുകയും ചെയ്തതാണ്. ഇത് കേന്ദ്രവും കേരളവും ഒന്നിച്ച് കോൺഗ്രസ് ഭരിച്ചൊരു കാലത്ത് കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ 8 മന്ത്രിമാർ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നമുക്ക് അനുവദിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് തന്നില്ല. അതിൻ്റെ ഒരു തുടർച്ച കോൺഗ്രസ് തുടർന്നുകൊണ്ടിരുന്ന നയം മോഡി കുറച്ചുകൂടി ശക്തമായ നിലയിലേക്ക് നടപ്പിലാക്കി. മോഡി ഇപ്പോൾ പറയുന്നത് കോച്ച് ഫാക്ടറി ഒന്നും നിങ്ങൾക്കില്ല, ഏറ്റവും ആധുനികമായ കോച്ചുകളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിദേശ കമ്പനികൾക്ക് പുറം കരാർ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഇനി ഒന്നുമില്ല. ട്രാക്കിൻ്റെ നവീകരണം, സിഗ്നൽ ആധുനികവൽക്കരണം തുടങ്ങിയ മേഖലകളിലെല്ലാം പുറം കരാർ നൽകാനാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. കേരളവും മലയാളിയും ഇന്ന് അനുഭവിക്കുന്ന ഗതാഗത ദുരിതത്തിനും ട്രെയിൻ യാത്രാ ദുരിതത്തിനും ശാശ്വതമായ പരിഹാരമെന്നത് കേന്ദ്ര സർക്കാർ ഇന്ന് തുടരുന്ന രാഷ്ട്രീയമായ ശത്രുതാപരമായ അവഗണന അവസാനിപ്പിക്കുക എന്നാണ്. നിലവിലുള്ള സംവിധാനങ്ങളെ വികസിപ്പിക്കുകയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം ആധുനിക കേരളത്തിൻ്റെ പുതിയ തലമുറയുടെ ജീവിത സാഹചര്യങ്ങളുടെ വികാസത്തിനായി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത അർദ്ധ അതിവേഗ പാത സിൽവർ ലൈൻ അനുവദിച്ചു തന്നേ പറ്റൂ. അതിനായി കേരളം ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്.
ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം തൊഴിലവസരങ്ങളും തൊഴിലും വെട്ടിക്കുറച്ച സർക്കാരാണ് മോഡി സർക്കാർ. സർക്കാർ സർവീസുകൾ, വകുപ്പുകൾ, പൊതുമേഖല, സ്വകാര്യ മേഖല എല്ലാറ്റിലും ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറവാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ജോലി ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കണക്കുകളും അതാണ് കാണിക്കുന്നത്. 2020 ജനുവരിയിൽ 41.1 കോടി മനുഷ്യർ രാജ്യത്ത് തൊഴിൽ ചെയ്യുന്നവരായി കണക്കാക്കിയിരുന്നുവെങ്കിൽ 2023 ജനുവരിയിൽ അത് 40.9 കോടിയായി കുറഞ്ഞു. ജനസംഖ്യാ വർധനവിൽ നാം ചൈനയെ മറികടന്നിരിക്കുകയാണ്. പക്ഷേ തൊഴിൽ പങ്കാളിത്തത്തിനകത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ കണക്ക് പിന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായി തുടരുകയും വർദ്ധിക്കുകയുമാണ് എന്നുള്ളതാണ്. നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ പ്രവണത എന്ന് പറയുന്നത് തൊഴിൽ രഹിത വളർച്ച ആയിരുന്നു ആദ്യഘട്ടത്തിലെങ്കിൽ ഇപ്പോഴത് തൊഴിൽ ആവശ്യമില്ലാത്ത വളർച്ചയായി മാറിയിരിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലൂടെ തൊഴിലാളികളുടെ എണ്ണത്തിൽ വൻ കുറവ് വരുത്തി സ്വത്തുൽപാദനം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, രാജ്യത്തെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിൻ്റെ ഭാഗമായും ഭീകരമായ നിലയിലുള്ള തൊഴിൽ കുറവാണ് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമാണ് തൊഴിലില്ലായ്മ രൂക്ഷമായ നിലയിലേക്ക് മാറുന്നത്. തൊഴിൽ ചെയ്യാനുള്ള ശേഷിയുള്ളവരും തൊഴിൽ ആവശ്യമുള്ളവരുമായ കോടിക്കണക്കിന് മനുഷ്യർ തൊഴിലില്ലാത്തവരായി രാജ്യത്ത് അലയുകയാണ്. അവർ മുഴുവൻ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ്. ജോലി നേടാൻ കഴിയുന്നവർക്ക് പോലും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളോ സ്ഥിരതയോ ഒന്നും ഉറപ്പുവരുത്താനാവുന്നില്ല. അവരും വലിയ അരക്ഷിതാവസ്ഥയിലാണ്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 2016 11.29 ലക്ഷം ജീവനക്കാരുണ്ടായിരുന്നത് 2021 8.61 ലക്ഷമായി കുറഞ്ഞു. ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ മുഴുവൻ റദ്ദു ചെയ്യുന്നതായി കേന്ദ്ര സർക്കാർ ഓരോരോ ഘട്ടത്തിലും പ്രഖ്യാപിക്കുകയാണ്. ഇൻഷുറൻസ്, ബാങ്കിങ്, വ്യോമയാനം, BSNL തുടങ്ങിയ മേഖലകളിലെല്ലാം 4/1 തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. 2 വർഷം ഇങ്ങനെ ഒഴിഞ്ഞുകിടന്നാൽ അത് റദ്ദു ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. മർമ്മപ്രധാനമായ നമ്മുടെ വ്യവസായ മേഖല, വാണിജ്യ മേഖല, ആഭ്യന്തരം, പ്രതിരോധം, ആരോഗ്യം, സേവനം, തപാൽ തുടങ്ങിയ വകുപ്പുകളിലെല്ലാം 10 മുതൽ 30% വരെ ഒഴിവുകളാണ് ഇപ്പം നിലവിലുള്ളത്. ഇതിലെല്ലാം കേന്ദ്ര സർക്കാർ നിയമന നിരോധനവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. റെയിൽവേ ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളിലും ഞാൻ ഈ പറഞ്ഞതുപോലെ 20% മുതൽ 25% വരെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. 2 വർഷം കഴിഞ്ഞാൽ അത് റദ്ദാക്കുന്നു. രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ചെറുപ്പവും തൊഴിലിനായി അലയുമ്പോൾ 1/5 വീതം തസ്തികകൾ കേന്ദ്ര സർക്കാർ സർവീസിൽ ഒഴിഞ്ഞുകിടക്കുന്നു എന്നാണ് സർക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഡി പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് രാജ്യത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥയെങ്കിലും ഞങ്ങൾ ഒരു നിയമനവും നടത്തില്ല. നിയമന നിരോധനം ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. 3.5 ലക്ഷം തസ്തികകളാണ് റെയിൽവേയിൽ ഒഴിഞ്ഞുകിടക്കുന്നത്. ഇനി ഒരാളെയും നിയമിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് നിയമന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും മോഡിയും എല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന സുപ്രധാനമായ കാരണങ്ങളിൽ ഒന്നാണ് തൊഴിലിൻ്റെ കരാർവൽക്കരണം എന്ന് പറയുന്നത്. ന്യായമായ സേവന വ്യവസ്ഥകളൊന്നുമില്ലാതെ മനുഷ്യരുടെ അധ്വാന ശക്തിയെ ചൂഷണം ചെയ്യാൻ കോർപ്പറേറ്റുകൾക്ക് എറിഞ്ഞു കൊടുക്കലാണ് വ്യാപകമായ കരാർവൽക്കരണത്തിലൂടെ നമ്മുടെ രാജ്യത്ത് മോഡിയും കൂട്ടരും ചെയ്യുന്നത്. തൊഴിൽ സമയമില്ല, വേതനമില്ല, ഇതിനൊരു വ്യവസ്ഥയുമില്ല. എല്ലാ കാര്യങ്ങളും കരാർ എടുക്കുന്നവർ, കരാർ ജോലി ചെയ്യിക്കുന്നവർ എന്താണോ നിശ്ചയിക്കുന്നത് ആ നിലയിലേക്ക് ഇന്ത്യയിൽ തൊഴിലാളികൾ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മോഡി ഭരണത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരം തൊഴിലുകളും നേരത്തെ സ്ഥിരം തൊഴിലുകൾ മാത്രമായി റിസർവ് ചെയ്ത് വെച്ചിരുന്നത് മുഴുവൻ വ്യാപകമായി ഇപ്പോൾ കരാർവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം തൊഴിൽ ഇനി രാജ്യത്ത് ഇല്ല എന്ന് മോഡി തൊഴിൽ കോഡുകളിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് ആണ് ഈ രാജ്യത്തുണ്ടാവുക. സ്വകാര്യ മേഖലയിൽ ഇത് സമ്പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനുള്ള നടപടികളെല്ലാം സ്വീകരിക്കുമ്പോൾ മോഡി അവർക്ക് മാതൃകയായി. ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നിവീർ പദ്ധതിയിലൂടെ എങ്ങനെയാണ് കരാർവൽക്കരണം നടത്തുക എന്ന് കാണിച്ചു കൊടുത്തു. അഗ്നിവീർ പദ്ധതിക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ആ പ്രതിഷേധത്തെ തടയിടാൻ 2022 ജൂൺ മാസം 14 മോഡി രാഷ്ട്രത്തോട് പറഞ്ഞു,
18 മാസത്തിനകം 10 ലക്ഷം തൊഴിൽ സർക്കാർ മേഖലയിൽ ഞങ്ങൾ നൽകും. രാജ്യത്തെ മാധ്യമങ്ങൾ ഈ പ്രഖ്യാപനം വലിയ ആഘോഷപൂർവ്വമാണ് കൊണ്ടാടിയത്. എന്നാൽ ഒറ്റ നിയമനവും കഴിഞ്ഞ 2 കൊല്ലക്കാലമായി നടത്തിയില്ല. നിയമന നിരോധനം ഏതാണ്ട് എല്ലാ മേഖലയിലും സമ്പൂർണ്ണമാക്കുകയും ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. പാർലമെന്റിൽ സർക്കാർ നൽകിയൊരു കണക്കനുസരിച്ച് കേന്ദ്ര സർവീസിൽ മാത്രം 9,64,354 ഒഴിവുകളാണ് നിലനിൽക്കുന്നത്. ഇത് നികത്തുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇത് കുറച്ചുകൂടി കൂട്ടി 10 ലക്ഷമാക്കി നികത്തും എന്ന നിലയിലേക്കാണ് അഗ്നിവീർ പദ്ധതിക്കെതിരായ പ്രതിഷേധത്തെ മോദി നേരിട്ടത്. എന്നാൽ അത് കൊടും വഞ്ചനയായിരുന്നുവെന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. അതിലും ക്രൂരതയാണ് 2 വർഷക്കാലമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 വർഷക്കാലമായി ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ ഒഴിവുകളും റദ്ദ് ചെയ്യും എന്ന് സർക്കാർ പാർലമെന്റിൽ പറഞ്ഞിരിക്കുകയാണ്. ഇത് രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പത്തോടുള്ള ക്രൂരമായ വെല്ലുവിളിയാണ്. ഈ 10 ലക്ഷം ഒഴിവുകളും താമസിയാതെ റദ്ദു ചെയ്യും. മോഡി വാഗ്ദാനം നൽകിയ 10 ലക്ഷം ഒഴിവുകളും ഞങ്ങൾ റദ്ദു ചെയ്യുമെന്നാണ് പാർലമെന്റിലെ മറുപടിയിലൂടെ കേന്ദ്ര സർക്കാരും മോഡിയും വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്താകെ റോസ്ഗാർ മേളകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദി. മാമാങ്കം നടത്തുകയാണ്. ഇതും മറ്റൊരു വഞ്ചനയാണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ 10,000 യുവജനങ്ങൾക്ക് ഈ പരിപാടിയിലൂടെ തൊഴിൽ നൽകി എന്നായിരുന്നു മോഡിയുടെ പ്രഖ്യാപനം. എന്നാൽ പാർലമെന്റ് നൽകിയൊരു കണക്കനുസരിച്ച് 2017 82,964 തൊഴിലാളികൾ സെയിലിൽ ജോലി ചെയ്തിരുന്നു. ആ സ്ഥാനത്ത് 2023 അത് 23,362 പേർ കുറഞ്ഞു എന്നാണ് സെയിലിനെ കുറിച്ചുള്ള കണക്കുകളെല്ലാം പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളെ, തൊഴിലില്ലാത്ത ചെറുപ്പത്തെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ പലതും, ഗിമ്മുക്കുകൾ പലതും മോഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് 2018 2023 ഇടയിൽ ഇന്ത്യ രാജ്യത്ത് 559 കമ്പനികൾ ഇന്ത്യ വിട്ടുപോയി എന്നാണ് സർക്കാർ കണക്കിൽ പറയുന്നത്. അതായത് പുതിയ നിക്ഷേപങ്ങളോ തൊഴിലവസരങ്ങളോ രാജ്യത്ത് ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, ഉള്ളതും നഷ്ടമാവുകയാണെന്നർത്ഥം. 2.5 കോടി തൊഴിലവസരങ്ങൾ വീതം എല്ലാ വർഷവും സൃഷ്ടിക്കുമെന്നായിരുന്നു മോഡിയുടെ പ്രഖ്യാപനം. സംഘപരിവാർ നേതൃത്വത്തിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും എല്ലാം നിക്ഷേപകരെ ഇന്ത്യയിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ സാധ്യതകളെയും അടയ്ക്കുകയാണ് സംഘപരിവാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് സർക്കാർ മേഖലയിൽ ഏറ്റവും തുച്ഛമായ തൊഴിൽ നൽകുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ എല്ലാ കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. GDP-യിൽ ഇന്ത്യ വളരെ മുന്നിലേക്ക് കുതിക്കുകയാണെന്ന് മോഡി പറയുന്നു. GDP-യിൽ സമ്പത്തുൽപാദനത്തിൽ ഇന്ത്യയുടെ താഴെ നിൽക്കുന്ന നോർവേ 32.2% തൊഴിൽ നൽകുന്നു. സ്വീഡൻ 29.3%, ഓസ്ട്രേലിയ 28.9% തൊഴിൽ നൽകുമ്പോൾ ഇന്ത്യയുടേത് വെറും 3.8% മാത്രമാണ്. ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ഒഴിവുകൾ കിടക്കുകയാണ്. 1,97,139 തസ്തികകളാണ് സൈന്യത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. ഒരാളെ പോലും കഴിഞ്ഞ 2 വർഷത്തിനകം നിയമിച്ചിട്ടില്ല. നിലവിലുള്ള സൈനികരിൽ കടുത്ത മാനസിക സംഘർഷവും ജോലിഭാരവുമെല്ലാമാണ് ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 82,292 ഒഴിവുകളാണ് അർദ്ധ സൈനിക വിഭാഗങ്ങളായ CRPF, BSF, അസം റൈഫിൾസ്, CISF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, SSB അങ്ങനെ തുടങ്ങിയ അർദ്ധ സൈനിക വിഭാഗത്തിലാകെയുള്ളത്. ഇതിനു പുറമെയാണ് കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസിൽ 10,000 ഒഴിവുകൾ ഒഴിഞ്ഞു കിടന്നുകൊണ്ടേയിരിക്കുന്നത്. നിയമന നിരോധനം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളും UPSCയുമെല്ലാം നോക്കുകുത്തിയായി മാറുന്ന അവസ്ഥയാണ് കേരളം ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കകത്തുള്ളത്. ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉള്ളത്. മോഡി ഇവയെല്ലാം, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അദാനിക്ക് നൽകി സ്വകാര്യവൽക്കരിക്കുകയാണ്. സ്വകാര്യവൽക്കരണം ഈ മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ വൻതോതിൽ ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ അനുഭവം. നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനിലൂടെ നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖല പൂർണ്ണമായും അദാനിക്ക് കൈമാറി. ഇതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ അക്രമാസക്തമായ കൊള്ള മോഡി നടത്തുന്നു. അതേസമയം തന്നെ ലക്ഷക്കണക്കായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ വേണ്ടി പറ്റാവുന്ന സംവിധാനങ്ങളെ മുഴുവൻ
തകർത്തുകൊണ്ടേയിരിക്കുകയാണ് ഈ പറയുന്ന കൂട്ടുകെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ തൊഴിൽ ശേഷിയിൽ തൊഴിൽ ചെയ്യാൻ ആരോഗ്യപരമായി കഴിവുള്ളവരിൽ നിരന്തരമായി തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് സർക്കാർ ഏജൻസികൾ തൊഴിലില്ലാത്തവരായി സാധാരണ കണക്കാക്കുന്നത്. അതായത് ഒരാൾ കൂലിപ്പണി ചെയ്താലും സ്വയം തൊഴിൽ ചെയ്താലും അയാൾ ശമ്പളമില്ലാത്ത ഗാർഹിക തൊഴിൽ ചെയ്താലും ഇനി അയാൾ തൊഴിൽ അന്വേഷിച്ചിട്ടില്ലെങ്കിലും അയാളെ തൊഴിലുള്ള ആളായിട്ടാണ് നാഷണൽ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കണക്കനുസരിച്ച് പോലും രാജ്യത്തെ തൊഴിലില്ലായ്മ റെക്കോർഡ് ഉയരത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. നഗരങ്ങളിലെ തൊഴിലില്ലായ്മ നിരക്ക് 10.9% ഉയർന്നിരിക്കുകയാണ്. ഗ്രാമീണ മേഖലയിൽ അത് 7.44%. മോഡിയുടെ കണക്ക് തന്നെ ശരാശരി 8.1% രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കെന്നാണ്. മോദിയുടെ നോട്ട് നിരോധനം, GST നടപ്പിലാക്കൽ, ആഗോള സാമ്പത്തിക മാന്ദ്യം, കോവിഡ് പാൻഡമിക് എന്നിവയെല്ലാം തൊഴിൽ മേഖലയെ തകർക്കുന്ന നിലയിലേക്കാണ് കൊണ്ടുപോയത്. തൊഴിലില്ലായ്മ രൂക്ഷമാവുന്നതിൽ ഇതെല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങളായി. ഇതിൽ നിന്ന് ഇന്ത്യൻ യുവത്വത്തെ കരകയറ്റാൻ, രക്ഷിക്കാൻ ഒരു ശ്രമവും മോദിയും കൂട്ടരും നടത്തുന്നില്ല എന്നുള്ളതാണ് അപകടകരമായ ഇന്നത്തെ അവസ്ഥയിലേക്ക് ഈ രാജ്യമെത്തിയത്. 2 കോടി ചെറുപ്പമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് തൊഴിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർക്കൊരു വർഷം 200 തൊഴിൽ ദിനങ്ങൾ നൽകാൻ ഇനിയും 2 ലക്ഷം കോടി രൂപയെങ്കിലും ചുരുങ്ങിയത് അതിനുവേണ്ടി നീക്കിവെക്കണം. എന്നാൽ കേന്ദ്ര സർക്കാർ ആകെ കൂടി നീക്കിവെക്കുന്നത് 60,000 കോടി രൂപ മാത്രമാണ്. ഈ പണം സാധാരണ നിലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാനെല്ലാം ഉപയോഗിക്കണം. ഇത് തന്നെ സംസ്ഥാനങ്ങൾക്ക് നൽകാത്തതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്നു. ഗ്രാമീണ ജനതയുടെ തൊഴിൽ വരുമാന സ്രോതസ്സായ തൊഴിലുറപ്പ് പദ്ധതിയെ ഘട്ടമായി തകർക്കുകയാണ് മറ്റൊരു നിലയിൽ മോഡി ഈ തൊഴിൽ മേഖലയിലും ഗ്രാമീണ തൊഴിൽ മേഖലയിലും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അനുഭവം. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 26 ലക്ഷം കോടി രൂപ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് സൗജന്യമായി നൽകിയ മോഡി സാധാരണ ചെറുപ്പത്തെ ദുരിതക്കയത്തിലേക്ക് എറിയുകയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഒരു തൊഴിലില്ല എന്നതിൻ്റെ പേരിൽ 13,714 യുവജനങ്ങളാണ് ആത്മഹത്യ ചെയ്തതെന്ന് സർക്കാരിൻ്റെ കണക്കുകൾ കാണിക്കുന്നു. ഇതിന് മറുപടി പറയേണ്ടത് മോദിയും കൂട്ടരുമാണ്. ഈ രാജ്യത്ത് കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ യുവത്വം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര നയത്തിന് ബദലായി സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. മാനവശേഷി വികസനം, സാമൂഹ്യക്ഷേമം, പഞ്ചായത്തി രാജ്, അധികാര വികേന്ദ്രീകരണം എന്നീ മേഖലകളിലെല്ലാം കേരളം മാതൃകയാവുകയാണ്. കേരളം രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ് എന്ന് ഈ അടുത്ത സമയത്ത് പറഞ്ഞത് നമ്മുടെ മുൻ സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ടിക്കാറാം മീണയാണ്. അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ നേതാവാണ്. തോറ്റുപോയെങ്കിലും കോൺഗ്രസിന് വേണ്ടി അവിടെ പ്രകടന പത്രികയെല്ലാം തയ്യാറാക്കിയത് അദ്ദേഹമാണ്. കേരളത്തിൻ്റെ മാതൃകകളാണ് പ്രകടന പത്രികയിൽ ഞാൻ പ്രയോഗിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സൺഡേ എക്സ്പ്രസ്സിൽ IIMൻ്റെ ഡയറക്ടർ ദേബാഷിഷ് ചാറ്റർജി പറഞ്ഞത് ലോകോത്തര സംസ്ഥാനങ്ങളിൽ ഒന്നാമതും യൂറോപ്പിന് സമാനവുമാണ് കേരളം എന്നാണ്. കോങ്കോയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പാട്രിസ് മജാൻഡോ മാംബ എന്ന് പറയുന്ന നേതാവ് കേരള മോഡലിനെ കുറിച്ച് പഠിക്കാൻ കേരളത്തിൽ സന്ദർശനം നടത്തുകയാണ്. സൗജന്യ വിദ്യാഭ്യാസവും വിജ്ഞാന സമൂഹവും എന്ന കാഴ്ചപ്പാടുമെല്ലാം അത്യാകർഷകമാണെന്നാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത്. ഈ നിലയിൽ ആഗോളവൽക്കരണ കാലത്തെ ലോകത്തിന് ബദലായി കേരളം മാതൃകയാവുകയാണ്. ഈ ബദലിനെ തകർക്കുകയാണ് കോർപ്പറേറ്റുകളും കേന്ദ്ര സർക്കാരും മോഡിയും വലതുപക്ഷ ശക്തികളും എല്ലാം കൂടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. രാജ്യത്ത് ഒരു കാലത്തും ഇല്ലാത്ത നിലയിൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയും വികസന പദ്ധതികൾ തടയുകയും ചെയ്യുന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയുടെ ധനകാര്യ ഫെഡറൽ രംഗത്ത് ഇത്രയും ഹീനമായ ഇടപെടൽ നടത്തുന്ന ഒരു സർക്കാരും ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ക്ഷേമ പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും വികസന പദ്ധതികളുമെല്ലാം മുടങ്ങിയാൽ ജനരോഷം സ്വാഭാവികമായും
സംസ്ഥാന സർക്കാരിനെതിരെ തിരിയുന്ന സാഹചര്യം മുതലെടുക്കാനാവും എന്ന ഹീനമായ രാഷ്ട്രീയമാണ് മോദിയും കൂട്ടരും കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ വിരോധം വെച്ച് ഒരു സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന പ്രതികാര ബുദ്ധി മോദി അല്ലാതെ മറ്റാരും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും അനുഭവം എന്ന് പറയുന്നത്. 3 നിലകളിലാണ് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒന്ന്, ഭരണഘടനാപരമായി കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട അർഹമായ വിഹിതങ്ങളൊന്നും നൽകുന്നില്ല. 2, കേന്ദ്രവും സംസ്ഥാനങ്ങളും സംയുക്തമായി ചെലവഴിക്കുന്ന പദ്ധതികളിലെ കേന്ദ്രവിഹിതം എല്ലാം കുടിശ്ശികയാക്കുന്നു. 3, ധന ഉത്തരവാദിത്ത നിയമം അനുസരിച്ച് സംസ്ഥാനത്തിന് കടമെടുക്കാവുന്ന പരിധിയിൽ വരുത്തുന്ന വെട്ടിക്കുറവുകൾ കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് എത്തിക്കുന്നു. ഈ നിലയിൽ കേരളത്തിന് ന്യായമായും ലഭിക്കേണ്ട 57,400 കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നത്, തരാതിരിക്കുന്നത്. ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട ഈ പണം ലഭിച്ചാൽ നമ്മുടെ കേരളം ഒരു മിച്ച സംസ്ഥാനമായി മാറുന്ന നിലയുണ്ടാവും. ഇത്രയും പണം നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ സർക്കാർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണം ഈ നാട്ടിലെ മനുഷ്യർക്കാണ് ലഭിക്കുക. അത് തടയുകയാണ് കേന്ദ്ര സർക്കാരും കൂട്ടാളികളും എല്ലാം കൂടി ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസൂത്രണ കമ്മീഷനെല്ലാം പിരിച്ചുവിട്ട് ഉദ്യോഗസ്ഥ നിയന്ത്രണത്തിലുള്ള നീതി ആയോഗ് വന്നതിന് ശേഷം വികസന കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് ഒരു റോളും ഇല്ലാത്ത നിലയാണ് കേന്ദ്രത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. ഇതുപയോഗിച്ച് കേന്ദ്രം രാജ്യത്തിൻ്റെ ആകെ നികുതി വരുമാനം പങ്കുവെക്കുന്ന ഡിവിസിബിൾ പൂളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട വിഹിതം ഓരോ വർഷവും ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിൻ്റെ ഒരു പങ്ക് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനങ്ങളുമായി പങ്കിടേണ്ടതില്ലാത്ത സെസ്സും സർചാർജും എല്ലാം ഭീമമായ നിലയിലേക്ക് മോഡി സർക്കാർ വർദ്ധിപ്പിച്ച് ആ തുകയെല്ലാം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുക. 2010 6.5% ഇങ്ങനെയുള്ള നികുതികളെങ്കിൽ ഇപ്പോഴത് 4 ഇരട്ടി വർദ്ധിപ്പിച്ച് 23% ഇതും കഴിച്ച് ബാക്കി വരുന്ന തുക, ആ തുകയിലെ തന്നെ 59% കേന്ദ്ര ഖജനാവിലേക്ക് കൊണ്ടുപോവുകയാണ്. നികുതിയുടെ വലിയ വരുമാനം ഈ നിലയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്നു രാജ്യത്താകെ. എന്നാൽ ഇങ്ങനെ വരുമാനം എല്ലാം കൊണ്ടുപോകുമ്പോൾ രാജ്യത്താകെ ചെലവാകുന്ന തുകയുടെ 64% സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ പണം മുഴുവൻ കേന്ദ്രം കൊണ്ടുപോകുന്നു, പക്ഷെ ചെലവെല്ലാം വഹിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ. 36% മാത്രമാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ചെലവുകൾ വഹിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഗുരുതരമായ സാമ്പത്തിക അസന്തുലിതാവസ്ഥയാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നർത്ഥം. സെസ്സും സർചാർജും കഴിച്ചു വരുന്ന നികുതി വരുമാനത്തിൻ്റെ നിശ്ചിത വരുമാനം സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കുന്നതിനെയാണ് ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്നത്. 15ാം ധനകാര്യ കമ്മീഷൻ 41% ഈ നിലയിൽ നീക്കിവെച്ചത്, ഇങ്ങനെ വിഭജിച്ചു കൊടുക്കാൻ വേണ്ടി നീക്കിവെച്ചത്. 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലം തൊട്ട് ഇങ്ങനെ നീക്കിവെക്കുന്ന തുകയുടെ 3.875% നമുക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ ശുപാർശ എന്ന നിലയിൽ മോഡി പറയുന്നു, കേന്ദ്രം പറയുന്നു, ഇനി നിങ്ങൾക്ക് 1.925% തരൂ. അതായത് പഴയതിൻ്റെ പകുതിയിലും കുറച്ചേ തരൂ. 18,000 കോടി രൂപയാണ് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് കുറച്ചിരിക്കുന്നത്. ആ പണമേ നിങ്ങൾക്ക് തരൂ എന്നാണ് മോഡി പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം 3,000 കോടി 1,000 കോടി രൂപ മുതൽ 3,000 കോടി വരെ വർദ്ധിപ്പിച്ച് നൽകിയപ്പോഴാണ് നമുക്ക് 18,000 കോടിയുടെ കുറവ് വരുത്തിയതെന്നാണ് കേന്ദ്ര അവഗണനയുടെ, രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി കാണിക്കുന്ന ക്രൂരതയുടെ ഭീകരത എന്ന് പറയുന്നത്. ഭരണഘടനാനുസൃതമായി ജനസംഖ്യാനുപാതികമായി നമുക്ക് കിട്ടേണ്ട പണം തരില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര സർക്കാരും മോഡിയും എല്ലാം ചെയ്യുന്നത്. ഇനി ഈ പ്രഖ്യാപിച്ച തുക തന്നെ, തുച്ഛമായ ഈ തുക തന്നെ കൃത്യമായി നൽകാനും തയ്യാറാവുന്നില്ല. 2020 25,869 കോടി രൂപ പ്രഖ്യാപിച്ചു. നമുക്ക് തന്നത് 16,401 കോടി രൂപ മാത്രം. 2021 16,616 കോടിയാണ് നമുക്ക് അനുവദിച്ചത്, പക്ഷെ തന്നത് 11,560 കോടി മാത്രമാണ്. അതായത് കേരളത്തിനകത്ത് നിന്ന് കേന്ദ്ര സർക്കാർ പിരിച്ചുകൊണ്ടുപോകുന്ന തുകയിൽ
ഭരണഘടന പ്രകാരം ഈ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ലഭിക്കേണ്ട നമ്മുടെ അവകാശമായ തുകയാണ്. നമുക്ക് തരില്ല, നിങ്ങൾക്ക് തരില്ല എന്ന് കേന്ദ്ര സർക്കാരും മോഡിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നർത്ഥം. കേന്ദ്രം രാജ്യത്ത് നിന്ന് ശേഖരിക്കുന്ന നികുതിയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 59% സ്വന്തമാക്കുമ്പോൾ മൊത്തം ചെലവിൻ്റെ 64% സംസ്ഥാന സർക്കാരുകൾ വഹിക്കേണ്ടി വരുമ്പോൾ ഗുരുതരമായ സാമ്പത്തിക അസന്തുലിതാവസ്ഥയും അസംതൃപ്തിയും രാജ്യത്താകെ വളർന്നു വരുന്ന നിലയിലേക്ക് പോകുന്നതുകൂടി ഗൗരവമായ സാഹചര്യമാണ്. GST ഏർപ്പെടുത്തിയത് നമ്മുടെ സംസ്ഥാനത്തിന് നികുതി വരുമാനത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. GST നഷ്ടപരിഹാര തുകയായ 12,000 കോടി രൂപ നമുക്ക് തരില്ലെന്നാണ് ഇപ്പം മോഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വാല്യൂ ആഡഡ് ടാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, വാറ്റ് നികുതി എന്ന് നമ്മൾ പറയും, വാറ്റ് എന്ന് പറയും. ഇതിനു പുറമെ കേരളത്തിലേക്ക് ഏകദേശം 70% ചരക്കുകളും പുറത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ അതിനു മുകളിൽ നാം ഒരു എൻട്രി ടാക്സ് എന്ന ഒരു നികുതി പ്രത്യേകമായി ചുമത്തിയിരുന്നു. ഇത് പൂർണ്ണമായും, വാറ്റ് പൂർണ്ണമായും, ഈ നികുതി പൂർണ്ണമായും കേരളത്തിന് അവകാശപ്പെട്ടതായിരുന്നു. എന്നാൽ GST വന്നോടെ ഇതെല്ലാം നിന്നു. GSTയുടെ പകുതി കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്ന നിലയുണ്ടായി. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് 14% നികുതി വർധന ഓരോ വർഷവും സംസ്ഥാനങ്ങൾക്കുണ്ടാവണം എന്നതാണ് പൊതുവായി കണക്കാക്കുന്നത്. GST വന്നതോടുകൂടി ഈ വർധനവ് സംസ്ഥാനങ്ങൾക്ക് വരുത്താൻ കഴിയാത്ത നിലയിലേക്ക് സംസ്ഥാനങ്ങൾ, അത്യാവശ്യം എല്ലാ സംസ്ഥാനങ്ങളും മാറി. ഈ 14% വർധനവ് ഇല്ലാത്ത ഘട്ടത്തിൽ, അതിൽ കുറവ് വരുന്ന ഘട്ടത്തിൽ ആ കുറവ് വരുന്ന തുക നഷ്ടപരിഹാരമായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകണമെന്നതാണ് നിയമവ്യവസ്ഥ. അതാണ് GST നഷ്ടപരിഹാരം എന്ന് പറയുന്നത്. എന്നാൽ മോഡി ഇപ്പോൾ പറയുന്നു, നിങ്ങൾക്ക് 1 രൂപയും തരില്ല. നികൃഷ്ടമായ രാഷ്ട്രീയമാണ് കേന്ദ്ര BJP സർക്കാർ നമ്മുടെ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നർത്ഥം. ഭരണഘടനാപരമായി കേന്ദ്രം നമുക്ക് തരേണ്ട മറ്റൊരു പണമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ റവന്യൂ ഡെഫിസിറ്റ് അല്ലെങ്കിൽ റവന്യൂ കമ്മി ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ? നികുതി സമ്പ്രദായത്തിലെ മാറ്റങ്ങൾ മൂലമോ രാജ്യത്തിൻ്റെ ധനനയങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ മൂലമോ ഒരു സംസ്ഥാനത്തിനുണ്ടാവാവുന്ന വിഭവ നഷ്ടങ്ങളുടെയും വരുമാനക്കുറവിൻ്റെയും നഷ്ടപരിഹാരം എന്ന നിലയിലാണ് റവന്യൂ കമ്മി ഗ്രാൻഡ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്നത്. 37,814 കോടി രൂപയായിരുന്നു കേരളത്തിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി നൽകണമെന്ന് 15ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചിരുന്നത്. ഇത് തന്നെ ഒരു ശരിയായ തുകയല്ല, കൃത്യമായ തുകയല്ല എന്ന അഭിപ്രായമാണ് നമുക്കുള്ളത്. കേന്ദ്ര നയങ്ങളുടെ ഭാഗമായി നമുക്കുണ്ടാകുന്ന വരുമാന നഷ്ടത്തിൻ്റെ പകുതിക്കടുത്തുപോലും ഈ തുക വരില്ല. എന്നാൽ 2023 നമുക്ക് 26,000 കോടി രൂപ കുറച്ച് 13,174 കോടി രൂപ മാത്രമാണ് നൽകിയത്. ഇത്തവണ 13,174 കോടിയിൽ നിന്ന് 8,400 കോടി കൂടി കുറച്ച് 4,226 കോടി മാത്രമാണ് ഇപ്പം നൽകിയത്. 2025 ആകുമ്പോഴത്തേക്കും ഇനി നിങ്ങൾക്കൊന്നും തരില്ല എന്നാണ് മോഡിയും കേന്ദ്ര സർക്കാരും നമ്മോട് പറയുന്നത്. ഇതിനു പുറമെയാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും സംയുക്തമായി നടത്തുന്ന ധാരാളം പദ്ധതികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുവഴി കേന്ദ്ര സർക്കാർ തരുന്ന വരുമാനമാണ്, അല്ലെങ്കിൽ അതിലെ കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാണ് സംസ്ഥാനത്തിൻ്റെ മറ്റൊരു വരുമാനം എന്ന് പറയുന്നത്. കേന്ദ്രവും സംസ്ഥാനവും പണം ചെലവഴിക്കേണ്ട പദ്ധതികളിൽ നേരത്തെ 75% കേന്ദ്രമാണ് വഹിച്ചിരുന്നത്. ഇപ്പോൾ ഇത് 70% കുറച്ചു. സംസ്ഥാന വിഹിതം 25% എന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ 40% വർദ്ധിക്കുകയും ചെയ്തു. ഒരു വർഷം 5,113 കോടിയാണ് സംസ്ഥാനത്തിന് ഇതുവഴി അധിക ബാധ്യതയായി വന്നിരിക്കുന്നത്. അതായത് നേരത്തെയുള്ള 75% കേന്ദ്ര സർക്കാർ 60% കുറച്ചപ്പോൾ ഈ പദ്ധതിയൊന്നും നിർത്താൻ വേണ്ടി കഴിഞ്ഞില്ല. പദ്ധതികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി 25% ചെലവഴിച്ചെടുത്ത് 40% ചെലവഴിക്കേണ്ടി വരുമ്പോൾ 5,113 കോടി രൂപ അധിക ബാധ്യത നൽകേണ്ടി വരികയാണ്. ഇതിനു പുറമെയാണ് ഗ്രാൻറ്റുകളായി കേന്ദ്ര സർക്കാർ നൽകേണ്ട പണത്തിൽ 5,000 കോടി രൂപയുടെ അതിലധികം വരുന്ന രൂപയുടെ കുടിശ്ശിക കേന്ദ്ര സർക്കാർ വരുത്തി വച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് UGC ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി 1,500 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. ഇതിൽ 780 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ്, തരുന്നില്ല. ആ തുക ഇതുവരെ തരുന്നില്ല.
നഗരവികസന പദ്ധതികളിൽ നമുക്ക് തരേണ്ട തുക 700 കോടിയാണ്, ഒരു പൈസയും തന്നില്ല. ഗ്രാമവികസനത്തിനായി തരേണ്ട തുക 760 കോടി രൂപയാണ്, അത് കുടിശ്ശികയാണ്. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ 790 കോടി രൂപയാണ് കുടിശ്ശികയായി നിൽക്കുന്നത്. വിവിധ നിലകളിലുള്ള ദുരിതാശ്വാസ സഹായത്തിന് തരേണ്ട 207 കോടി രൂപ കേന്ദ്ര സർക്കാർ തരുന്നില്ല. മൂലധന നിക്ഷേപങ്ങൾക്കായുള്ള പ്രത്യേക സഹായമായി നിയമപരമായി നമുക്ക് ലഭിക്കേണ്ട 1925 കോടി രൂപ ഇതുവരെ തന്നിട്ടില്ല. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 5132 കോടി രൂപ കേന്ദ്രം കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്നു. ഇതിനും പുറമെയാണ്, ഇത് ഗ്രാൻറ്റുകളുടെ കുടിശ്ശികയാണ്, ഇതിനും പുറമെയാണ് നേരത്തെ സൂചിപ്പിച്ച സ്കീമുകളിൽ തന്നെ, സംയുക്ത സ്കീമുകളിൽ തന്നെ കേന്ദ്ര സർക്കാർ തരേണ്ട പണം തരാത്ത. ഉദാഹരണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി, NHM, ICDS, NREGS അങ്ങനെ തുടങ്ങിയ സ്കീമുകളിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ തരേണ്ട പണം കൂടി തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പദ്ധതികളിലെല്ലാം കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. ഈ പറയുന്ന ഇതിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിയാത്ത ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല. പക്ഷേ ആ പണം കൂടി, ആ വിഹിതം കൂടി വെച്ച് നമ്മുടെ അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ആശാ വർക്കർമാർ തുടങ്ങിയവർക്കെല്ലാം കൃത്യമായി പണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി എല്ലാം നിലനിൽക്കുമ്പോഴും അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു നൽകാനും നമ്മുടെ കേരളത്തിലെ സർക്കാർ തയ്യാറായി എന്നുള്ളത് വർത്തമാനകാലത്ത് ഒരു പ്രത്യേകതയാണ്. ഞാൻ സൂചിപ്പിച്ചത് കോടിക്കണക്കിന് രൂപ ഈ നിലയിലേക്ക് കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്നു. അനാവശ്യമായി കേന്ദ്രം, ഒരു കാരണവുമില്ലാതെ കേന്ദ്രം പിടിച്ചു വെച്ച 700 കോടി രൂപയിലധികമാണ് നെല്ല് സംഭരണത്തിനായി സപ്ലൈകോക്ക് സംസ്ഥാന സർക്കാർ ഈ പ്രതിസന്ധിക്കിടയിൽ നൽകിയത്. ദേശീയ ആരോഗ്യ മിഷൻ 50 കോടിയാണ് ഇപ്പോൾ നൽകിയത്. കാരുണ്യ ബെനവലന്റ് സ്കീമിന് 60 കോടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. കേരളത്തിൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് കേരളം ഒരു വർഷം ചെലവഴിക്കുന്നത് 1200 കോടി രൂപയാണ്. കേന്ദ്രം 10% മാത്രമാണ് നമുക്ക് തരുന്നത്. അത് തന്നെ തരുന്നില്ല. 130 കോടി രൂപ അത് തന്നെ തരുന്നില്ല. 600 രൂപ വെച്ച് 22 ലക്ഷം പേർക്ക് നൽകണം എന്നാണ് ഈ തുക, അങ്ങനെ വീതിച്ചു നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്നാൽ കേരളം 42 ലക്ഷം ഗുണഭോക്താക്കൾക്ക് 2800 രൂപ വെച്ച് ശരാശരി കേരളത്തിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ പദ്ധതിയാണ്, 10% തരേണ്ടത് തന്നെ തടയുന്നില്ല. എന്നാൽ നിർമ്മല സീതാരാമൻ ഇവിടെ വന്ന് പറയുന്നു ഇത് ഞങ്ങളുടെ പദ്ധതിയാണ്. കാരുണ്യ ബെനവലന്റ് ഫണ്ട്, മെഡിസിപ്പ് അങ്ങനെ തുടങ്ങിയ ധാരാളം പദ്ധതികൾ ഉൾപ്പെടെ കേരളം ഒരു സാർവത്രികമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിൽ ഈ കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മാറ്റിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ലൈഫ് പദ്ധതി. ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലാറ്റ് നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ നൽകുന്നു. എന്നാൽ ഇതിൽ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് 75,000 രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നു. ആ തുക വലിയ നിലയിലേക്ക് കുടിശ്ശികയായി നിൽക്കുകയാണ്. ഇപ്പോൾ മോഡിയും RSSും പ്രചരണം നടത്തുന്നത് ഇതെല്ലാം ഞങ്ങളുടെ പദ്ധതിയാണെന്നാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള വിവിധ ഗ്രാൻറ്റുകൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, പാക്കേജുകൾ എന്നിവയിലെല്ലാം മറ്റ് സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപ നൽകുമ്പോൾ നമ്മൾ ഇന്ത്യൻ പൗരന്മാർ തന്നെ അല്ലേ എന്ന് നമുക്ക് സംശയം തോന്നുന്ന നിലയിലുള്ള കടുത്ത വിവേചനമാണ് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന പദ്ധതികളിലൂടെ എല്ലാം നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമാനുസൃതമായി കേന്ദ്രം അനുമതി നൽകി നാം എടുക്കുന്ന വായ്പകളാണ് നമ്മുടെ മറ്റൊരു വരുമാന മാർഗം എന്ന് പറയുന്നത്. ഇതിനു പുറമെ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സ്വയംഭരണാവകാശം നൽകുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിന് തനതായ അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. സംസ്ഥാന കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിനും എല്ലാ തലത്തിലും സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തുന്നതിനുമുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിനും ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് അവകാശം നൽകുന്നു. കേരള നിയമസഭ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാസാക്കിയ നിയമമാണ് കേരള ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് 2003 എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം സംസ്ഥാനത്തെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ
GSDP എന്ന് പറയും. 3.5% നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത്. അതായത് ഏകദേശം 11 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ GSDP എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3.5% വെച്ച് 38,500 കോടി രൂപ എല്ലാ വർഷവും കടമെടുക്കാം. ഈ കടമെടുപ്പ് പരിധി മുൻനിർത്തിയാണ് നമ്മുടെ സംസ്ഥാനം നമ്മുടെ പദ്ധതിയേതര വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം വകയിരുത്തുന്നത്. ധനകാര്യ കമ്മീഷനുകളുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച് ധനക്കമ്മി നികത്തുന്നതിനായി സംസ്ഥാനം നിശ്ചയിക്കുന്ന കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കാൻ കേന്ദ്ര സർക്കാരിന് ഒരധികാരവുമില്ല എന്നിരിക്കെ കേന്ദ്രം നമ്മെ കടമെടുക്കുന്നത് തടയുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം അടിച്ചേൽപ്പിച്ച വായ്പാ നിയന്ത്രണങ്ങൾ വഴി 2016-17 മുതൽ ഇതുവരെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വായ്പാ സമാഹരണത്തിൽ ആകെയുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് 1,07,513.9 കോടി രൂപയാണ്. ഇതേ നിലയിൽ ഈ അവഗണന തുടർന്നാൽ 4-5 വർഷം കൊണ്ട് ഇത് 5 ലക്ഷം രൂപ വരെയാവുമെന്നുള്ളതാണ് എല്ലാ കണക്കുകളും കാണിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ പുതിയ തലമുറയുടെ, ഈ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉപയോഗിക്കേണ്ട പണമാണ് ഈ നിലയിൽ രാഷ്ട്രീയ വിരോധം വെച്ച് തടഞ്ഞു വെക്കുകയും ഞങ്ങൾ തരില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയും കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ സ്റ്റേറ്റ് GSDPയുടെ 5% വരെ വായ്പ എടുക്കാമെന്നായിരുന്നു നേരത്തെ കോവിഡിൻ്റെ കാലത്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പല സംസ്ഥാനങ്ങളും ഈ നിലയിൽ കടമെടുക്കുകയും ചെയ്താണ്. പിന്നീട് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3.5 വിവിധ നിലകളിലേക്കെല്ലാം മാറ്റി. എന്നാൽ കേരളം അതുമെടുക്കാൻ പാടില്ല, ഞങ്ങൾ നിശ്ചയിച്ച സീലിങ്ങിനകത്തു പോലും കേരളം കടമെടുക്കാൻ വേണ്ടി പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ കടമെടുപ്പ് പരിധി 2% കുറയ്ക്കുകയാണ്. എന്തിനാണ് സർക്കാരുകളുടെ വായ്പാ പരിധി നിയന്ത്രിക്കുന്നതിന് ധന ഉത്തരവാദിത്വ നിയമം 2003 കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ ഇപ്പോൾ NDA സർക്കാർ, മോഡി സർക്കാർ ഇതിങ്ങനെ അതിശക്തമായ നിലയിലേക്ക് നടപ്പിലാക്കുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, നവ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി സർക്കാരുകൾ നേരിട്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തടയുക, എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് നൽകുക എന്നുള്ളതാണ് നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. സർക്കാരുകൾ കടമെടുത്ത് വികസന പ്രവർത്തനം നടത്തിയാൽ ഇത് സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതിന് തടസ്സമാണ്. അതുകൊണ്ട് നേരത്തെ കോൺഗ്രസും ഇപ്പോൾ BJPയും ഈ നിയമം കർശനമായി നടപ്പിലാക്കുകയാണ്. അതായത് കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ കുത്തകകൾക്കും നാടിനെയും ജനങ്ങളെയും കൊള്ളയടിക്കാൻ ഉണ്ടാക്കിയ നിയമമാണ് ഈ പറയുന്ന നിയമം എന്നർത്ഥം. 2021-22 നമുക്ക് 42,000 കോടി രൂപ ഈ പറഞ്ഞ 5% വരെ എടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച കാലത്ത് 42,000 കോടി രൂപ നമുക്ക് ലഭിച്ചിരുന്നു. ആ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയത് 22,000 കോടി രൂപ മാത്രമാണ്. നമ്മുടെ വായ്പാ പരിധി അനുമതി വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നിലയിലേക്ക് വലിയ പണത്തിൻ്റെ കുറവ് നമുക്കുണ്ടായത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം പ്രതിസന്ധിയിലേക്ക് പോകുന്ന നിലയുണ്ടായത്. എന്നാൽ ഇതിനൊന്നും ഒരു തടസ്സവുമില്ലാതെ തന്നെ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നമുക്ക് നടത്താൻ വേണ്ടി പറ്റാവുന്ന നിലയിൽ നമ്മൾ ബഡ്ജറ്റിന് പുറത്തുനിന്ന് നമ്മുടെ പൊതുസ്ഥാപനങ്ങൾ ഉപയോഗിച്ച് പണം സമാഹരിക്കാൻ തീരുമാനിച്ചത്. അതായത് ബഡ്ജറ്റിന് പുറത്തുനിന്നുള്ള വായ്പകൾ, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്സ്, സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഖേന എടുക്കുന്ന വായ്പകൾ, അത് നാം ആ വായ്പകൾ നാം ശേഖരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ആ നിലയിൽ വായ്പകൾ ശേഖരിക്കാൻ തീരുമാനിച്ചു. അതിലൊന്ന്, വികസന പ്രവർത്തനങ്ങൾക്കായി പണം ശേഖരിക്കാൻ കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. 2, പെൻഷൻ കമ്പനി. ഈ 2 സംവിധാനങ്ങളെയും നമ്മൾ ഉപയോഗിച്ചു. പെൻഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നു. ഈ 2 സ്ഥാപനങ്ങളെയും ബജറ്റിന് പുറത്ത് പണമെടുക്കുന്നതിന് വേണ്ടി, കടമെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. ഇതിൽ കിഫ്ബി ഡെപ്പോസിറ്റായി പണം ശേഖരിക്കുന്നു, നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഈ പണം ചെലവഴിക്കുന്നു.
മോട്ടോർ വാഹന നികുതി, പെട്രോൾ സെസ് എന്നിവയിൽ നിന്ന് ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ കൊടുക്കുന്നു. അവർ പണം മുടക്കുന്ന പദ്ധതികളിൽ നിന്ന് തന്നെ അവർക്ക് ധാരാളം പണം തിരിച്ചടവായി ലഭിക്കുന്നു. അങ്ങനെ കിഫ്ബി അതിൻ്റെ ഡെപ്പോസിറ്റർമാർക്ക് പലിശ കൊടുക്കാനും അത് തിരിച്ചു കൊടുക്കാനും എല്ലാമുള്ള സംവിധാനം കിഫ്ബി മുഖേന തന്നെ ഉണ്ടാകുന്നു. നമ്മുടെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി മുഖേന കഴിഞ്ഞ 7 വർഷക്കാലം ഈ കേരളത്തിൽ നമ്മൾ നടത്തിയത്. നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ പാർപ്പിട സമുച്ചയങ്ങൾ, നമ്മുടെ വലിയ കെട്ടിടങ്ങൾ തുടങ്ങി സമഗ്രമായ വികസന പദ്ധതികൾക്കെല്ലാം പണം മുടക്കിയത് നമ്മുടെ കിഫ്ബിയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനത്തിന് കിഫ്ബി കാരണമായി നടത്തും. രണ്ടാമത് പെൻഷൻ കമ്പനിയാണ്. പെൻഷൻ കമ്പനിയുടെ പ്രത്യേകത, നമുക്ക് ഒരു മാസം കൃത്യമായി പെൻഷൻ നൽകാൻ 950 കോടി രൂപ വേണം. ഈ തുക എല്ലാ മാസവും കൃത്യമായി നമ്മുടെ ഖജനാവിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പെൻഷൻ കമ്പനി വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് കൈവായ്പയായി പണം ശേഖരിക്കും. പെൻഷന് വേണ്ടി ഈ പണം ഉപയോഗിക്കും. എല്ലാ മാസവും പണം ഉപയോഗിക്കും. സർക്കാർ ഈ പണം ഘട്ടം ഘട്ടമായി പെൻഷൻ കമ്പനിക്ക് തിരിച്ചു നൽകും. ഇങ്ങനെയാണ് കഴിഞ്ഞ 7.5 വർഷക്കാലം നമ്മൾ കൃത്യമായി 1600 രൂപ വെച്ച് പെൻഷൻ നൽകിക്കൊണ്ടേയിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നു പെൻഷൻ കമ്പനി മുഖേനയും കിഫ്ബി മുഖേനയും പണം ശേഖരിക്കാൻ പാടില്ല, ലോൺ എടുക്കാൻ വേണ്ടി പാടില്ല. എടുത്തത് മുൻകാല പ്രാബല്യത്തോടുകൂടി നിങ്ങളുടെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും. ഒരു കാലത്തും ഇല്ലാത്ത നിലയിൽ, മറ്റൊരു സംസ്ഥാനത്തോടും കാണിക്കാത്ത നിലയിൽ നമുക്ക് അനുവദിച്ച വെട്ടിക്കുറച്ച്, എല്ലാ നിലയിലും വെട്ടിക്കുറച്ച് അനുവദിച്ച 2% വായ്പാ പരിധിയിൽ നിന്ന് മുൻകാല പ്രാബല്യത്തോടുകൂടി ഈ തുക വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അങ്ങനെ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു വെട്ടിക്കുറവ് വരുത്തിയിട്ടില്ല. മുൻകാല പ്രാബല്യത്തോടെ പിടിച്ചെടുക്കുന്ന നില ഉണ്ടായിട്ടില്ല. ഇത് കേരളത്തോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കലാണ്, പ്രതികാരം തീർക്കലാണ്, വിവേചനമാണ് എന്നുള്ളത് മാത്രമേ പറയാനാവൂ. ഇനി എടുക്കാൻ വേണ്ടി പോകുന്ന വായ്പകൾ വെട്ടിക്കുറയ്ക്കുമെന്നല്ല പറഞ്ഞത്. അതതിൻ്റെ ഗൗരവം. ഇതുവരെ എടുത്ത വായ്പകൾ ഘട്ടം ഘട്ടമായി വെട്ടിക്കുറയ്ക്കുമെന്നാണ് മോഡിയും നിർമ്മല സീതാരാമനും RSSും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വരുമാന മാർഗങ്ങളെല്ലാം അടച്ച് നമ്മളെ വെല്ലുവിളിക്കുകയാണ് മോഡിയും കൂട്ടരും ചെയ്യുന്നത്. മലയാളി ഇതിനെതിരായി പ്രതികരിക്കാനായിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളത്തെ ഇവർ സമ്പൂർണ്ണമായി തകർക്കും. ഇത് നമ്മളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ പദ്ധതിയാണ്, സാമ്പത്തികമായ ഉപരോധമാണ് ഇവർ ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കേരളത്തിൽ തന്നെ വന്നിട്ട് നിർമ്മല സീതാരാമൻ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP-കാരൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. RSSകാരൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നിൽക്കുകയാണ് നമ്മുടെ മാപ്രകളും UDF സംവിധാനവും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി സംസ്ഥാന സർക്കാരുകളെ ഇങ്ങനെ കടമെടുക്കുന്നതിന് പരിധി നിശ്ചയിക്കുകയും വെല്ലുവിളിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ കേന്ദ്രത്തിന് കടമെടുപ്പിൽ ഒരു നിയമവും ബാധകമല്ല. സംസ്ഥാനങ്ങൾ ധന ഉത്തരവാദിത്ത നിയമം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന കേന്ദ്രം ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഓഫ് ബഡ്ജറ്റ് വായ്പകളായി കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി മാത്രം 5 ലക്ഷം കോടി രൂപയിലധികം ഓരോ വർഷവും കടമെടുത്തുകൊണ്ടിരിക്കുക. കേരളത്തിന് മുകളിൽ ഏർപ്പെടുത്തിയ ഒരു നിയമവും കേന്ദ്ര സർക്കാരിന് ബാധകമല്ല. കേന്ദ്രത്തിൻ്റെ കടം ഇനി GDP-യുടെ 40%-ത്തിലധികമാണ്. കേരളത്തിൻ്റെ GDP-യുടെ 20% മാത്രമേ ഉള്ളൂ. നമ്മളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ തനത് വരുമാനം റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിക്കാൻ നാം നടത്തിയ ശ്രമമാണ് ഇന്ന് കേരളത്തെ ഇതേപോലെ നിലനിർത്തിക്കൊണ്ടുപോകുന്നു. ഇവരുടെ ഈ ആക്രമണങ്ങളെല്ലാം അതിജീവിച്ച് അതിനെ ചെറുത്തുകൊണ്ട് തന്നെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നാം നടത്തിയ ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് കേരളത്തെ ഇന്നത്തെ അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 3 വിധത്തിലാണ് ഉണ്ടാവുക. ഒന്ന്, നികുതിയായും അല്ലാതെയായും നാം സമാഹരിക്കുന്ന തുക. 2, കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ധനസഹായം. 3, കേന്ദ്രം അനുവദിച്ച് നമ്മൾ എടുക്കുന്ന വായ്പ. ഇതിൽ 2ഉം 3ഉം മാർഗങ്ങൾ കേന്ദ്രം ഉപരോധിച്ചപ്പോൾ നമുക്ക് നിലനിൽക്കാൻ നമ്മുടെ തനത് നികുതി വരുമാനം റെക്കോർഡ് വേഗതയിൽ
ഉയരത്തിലേക്ക് നമ്മൾ ഉയർത്തിയത് കൊണ്ട് മാത്രം, ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മൾ നിലനിന്നു പോകുന്നു. ഈ വർഷം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുകകളിലും വായ്പാനുപാതത്തിലും മുൻ വർഷത്തെ അപേക്ഷിച്ച് നേരത്തെ പറഞ്ഞതുപോലെ 57,400 കോടിയുടെ കുറവ് വന്നപ്പോഴും കേരളം പിടിച്ചു നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 57,400 കോടി എന്ന് പറയുന്നത്, ഒരിക്കൽ കൂടി പറയുകയാണ്, വായ്പ അനുമതി നിഷേധിച്ചതിലൂടെ 19,000 കോടി രൂപ, റവന്യൂ കമ്മി ഗ്രാന്റ് നൽകാത്തതിലൂടെ 8,400 കോടി രൂപ, GST നഷ്ടപരിഹാരത്തിലൂടെ 12 തരാതെ 12,000 കോടി രൂപ, നികുതി വിഹിതം വെട്ടിക്കുറച്ചതിലൂടെ 18,000 കോടി രൂപ. ഇങ്ങനെ ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട ഈ പണമൊന്നും തരാത്ത നില. ആവർത്തിക്കുകയാണ്, 5,000 കോടി രൂപ കേന്ദ്ര പദ്ധതികളിൽ വരുത്തിയ കുടിശ്ശിക, അതിനു പുറമെ ഗ്രാന്റുകളിൽ വരുത്തിയ കുടിശ്ശിക, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കുറച്ചതിൻ്റെ ഭാഗമായി കേന്ദ്ര പദ്ധതികളിൽ സംസ്ഥാനം അധികം നൽകേണ്ടി വരുന്ന തുക, ഇതെല്ലാം കൂടി കൂട്ടിയാൽ 75,000 കോടിയോളം രൂപയാണ് ഒരു വർഷം ഈ സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര സർക്കാർ തരാതിരിക്കുന്നത്, തടഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ടും നമ്മുടെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ച് നാം പിടിച്ചു നിന്നു. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. രാജ്യത്ത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആദ്യത്തെ 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, പഞ്ചാബ് എന്നിവയെ പോലെ വലിയ സമ്പന്നമായ സംസ്ഥാനമൊന്നുമല്ല നമ്മുടെ കേരളം. ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ പറയുന്ന ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തന്നെ റവന്യൂ വിഭവ സമാഹരണത്തിന് വലിയ പരിമിതി നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചുണ്ട്. ആ പരിമിതി മറികടക്കാനുള്ള ശ്രമമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ പിണറായി വിജയൻ അല്ലാതെ, LDF സർക്കാർ അല്ലാതെ മറ്റാരെങ്കിലും ആയാൽ ഒരാഴ്ച പോലും കേരളം ഭരിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഈ നില തുടർന്നാൽ ഉണ്ടാവുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ അവസ്ഥ. താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിനായി ഈ നാടിൻ്റെ ഘാതകർക്കൊപ്പം നിൽക്കുകയാണ് കോൺഗ്രസും UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ക്രൂരമായ അവഗണനയും അവകാശ നിഷേധവും CPM-നും പിണറായി വിജയനും എതിരായുള്ള നീക്കമായി കണ്ട് ഇപ്പോഴിതാ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുമെന്നാണ് BJP-യും സംഘീകാനും ചേർന്നുകൊണ്ട് ഒരു പുതിയ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് സംഘപരിവാർക്കൊപ്പം നാട് ഭരിച്ച് കളയാം എന്ന് കരുതുന്ന സുധാകരനും സതീശനും ലീഗ് നേതാക്കന്മാർക്കൊന്നും അറിയാഞ്ഞിട്ടല്ല. അത് വന്നാൽ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ഭരിക്കാൻ പോകുന്നത് പോലെ കേരളം മുഴുവൻ ഭരിക്കാം എന്ന് കരുതിയിട്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ സംഭവിക്കുക, രാഷ്ട്രപതി ഗവർണർ വഴി സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് നൽകും. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ഭരിക്കാനാവൂ. അങ്ങനെ ഗവർണർക്ക് സർവകലാശാല ഭരിക്കുന്നത് പോലെ സർക്കാർ ഭരണത്തിലും കൈകടത്താനുള്ള എല്ലാ അധികാരവും ലഭിക്കും. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കുറിപ്പടികളായി ഭരണഘടനയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി 3 എണ്ണമാണ്. 1, എല്ലാ ജീവനക്കാരുടെയോ ചില പ്രത്യേക വിഭാഗം ജീവനക്കാരുടെയോ ശമ്പളവും അലവൻസും വെട്ടിക്കുറയ്ക്കും. 2, ധനബാധ്യത വരുത്തുന്ന എല്ലാ നിയമങ്ങൾക്കും പ്രസിഡന്റിൻ്റെ മുൻകൂർ അനുവാദം വേണം. 3, സർക്കാർ ചെലവുകൾ കുറയ്ക്കുന്നതിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ക്ഷേമാനുകൂല്യം ലഭിക്കുന്ന പാവപ്പെട്ടവർക്കുമായിരിക്കും ഇതുവഴി ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ BJP-യുടെയും കേന്ദ്രത്തിൻ്റെയും കുൽസിത നീക്കങ്ങൾ ചെറുക്കാൻ നാടൊറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. ഇതിനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ കേരളീയരും ഒന്നിച്ചണിനിരക്കണം. ഏത് പ്രയാസങ്ങളുടെയും നടുക്കടലിൽ നിൽക്കുമ്പോഴും നാടിൻ്റെ സാമൂഹ്യ നേട്ടങ്ങളെയാകെ കാത്ത് ക്ഷേമവും സർവതല സ്പർശിയുമായ സമഗ്ര വികസനമെന്ന കാഴ്ചപ്പാടിൽ നിന്ന് അണുകിട പിന്നോട്ട് പോവാതെ പിണറായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയം തീവ്രമായി നടപ്പിലാക്കുന്ന രാജ്യത്ത്
കൃത്യമായ ബദൽ വഴികൾ തേടിക്കൊണ്ടാണ് 7 വർഷവും നമ്മുടെ സർക്കാർ ഇവിടെ പ്രവർത്തിച്ചത്. തനത് വരുമാനം വർദ്ധിപ്പിച്ചും സമ്പത്തിൻ്റെ പുനർവിതരണത്തിലൂന്നിയ വികസന തന്ത്രങ്ങൾ നടപ്പിലാക്കിയുമാണ് എല്ലാ പ്രതിസന്ധികളെയും പതറാതെ നേരിട്ട് നമ്മുടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിനെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം നമുക്ക് അവകാശപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ ഉജ്ജ്വലമായ പോരാട്ടത്തിന് നാം നേതൃത്വം നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. കേരളത്തിൻ്റെയും 3.5 കോടി മലയാളികളുടെയും താല്പര്യങ്ങൾക്കനുകൂലമായി കേരളത്തിൽ UDFകാരൻ പല മാപ്രകളും നിന്നില്ലെന്നു മാത്രമല്ല അതിനെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് കൂടി കാണണം. അവരെ ഒറ്റപ്പെടുത്താനുള്ള നിലപാടുകൾ നാം സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടി കേരളത്തിൽ രൂപപ്പെടുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ സമ്പൂർണമായി ഈ സംഘം തകർക്കുന്ന നിലയുണ്ടാവും.